സെൻട്രൽ വിയറ്റ്നാമിലെ കോസ്റ്റൽ സിറ്റിയായ ഡനാങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഒരു വശത്ത് പച്ചപ്പിൽ മൂടിയ മാർബിൾ മൗണ്ടൻസും മറുവശത്ത് വിശാലമായ മൈക്കേ ബീച്ചുമുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഈ ഡനാങ്. വിയറ്റ്നാമിൽ ഞങ്ങൾ രണ്ടാമത് പോയ സിറ്റിയാണ് ഡനാങ്. ആദ്യം പോയത് ഹാനോയ് ആയിരുന്നു. ഹാനോയിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹാനോയിൽ തണുപ്പായിരുന്നെങ്കിൽ ഇവിടെ നല്ല കാറ്റായിരുന്നു. ബീച്ച് സൈഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അധികം ചൂടെടുക്കുന്നില്ലായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു എപ്പോഴും. ഇനി നമുക്ക് ഡനാങ്ങിലെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളിപ്പോൾ ഡനാങ് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഡനാങ്ങിൽ ഞങ്ങൾ ഹ്യൂ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ആക്ച്വലി ഡനാങ്ങിലേക്ക് ഫ്ലൈറ്റ് എടുത്തപ്പം ഈ ഡനാങ്ങും ഹ്യൂവും ലിസ്റ്റ് ചെയ്യും, അത് മാത്രം ശ്രദ്ധിച്ചില്ല. നമ്മളെപ്പോഴും റേറ്റ് കുറവുള്ള ഫ്ലൈറ്റ് നോക്കിയാണല്ലോ ബുക്ക് ചെയ്യുക. അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്കറ്റിലാണ് ഹ്യൂ എന്ന് കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഈ ഡനാങ് സെർച്ച് ചെയ്യുമ്പം ഇത് രണ്ടും ലിസ്റ്റ് ചെയ്യുന്നത്. ഈ ഡനാങ്ങത്തിനുള്ള വേറൊരു എയർപോർട്ടാണ് ഹ്യൂ. പക്ഷേ ഹ്യൂ നമ്മുടെ ഈ ഡനാങ് സിറ്റിയിലേക്ക് ഒരു 2.5-3 മണിക്കൂർ ജേർണി ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പം ഡനാങ് തന്നെ നോക്കി ബുക്ക് ചെയ്യുക. ഡനാങ്ങിലേക്ക് ഇരുന്ന് കുറച്ച് റേറ്റ് കൂടുതൽ ഫ്ലൈറ്റിൽ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്രയും സമയം ലാഭിക്കാമല്ലോ. ഇതിപ്പം ഇവിടുന്ന് ഒരു ടാക്സിയൊക്കെ നോക്കിയിട്ടൊരു 3500 കാണിക്കുന്നുണ്ട്. ആ പൈസയൊക്കെ നോക്കുമ്പം ടൈം നോക്കുമ്പം ഡനാങ്ങിലേക്ക് ബുക്ക് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഞങ്ങളുടെ മാറിപ്പോയതാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വിയറ്റ്ജെറ്റ് എയർലൈൻസ് ആയിരിക്കും അധികം ഈ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സിന് കാണിക്കുക. എയർപോർട്ട് ടാക്സി എടുത്തിട്ട് ഞങ്ങൾ ഡനാങ്ങിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ ആണ്. കുറച്ചൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഫുൾ ബീച്ചാണ്. ഈ ഹ്യൂവിനെയും ഡനാങ്ങിനെയും കണക്ട് ചെയ്യുന്നൊരു മൗണ്ടൻ ഉണ്ട്. ഒരു മൗണ്ടൻ പാസ് ഉണ്ട് ഇവിടെ, ഹൈവാൻ പാസ് എന്നാണ് പറയുക. ഇതിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചുരമൊക്കെ കയറിയിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട്. ഓഷ്യൻ ക്ലൗഡ് പാസ് എന്നും ഇതിന് പേരുണ്ട്. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണണമെങ്കിൽ അതുവഴിയും പോവാം, അല്ലെങ്കിൽ വേറെ റൂട്ടും ഉണ്ട് ഡനാങ്ങിലേക്ക്. ഡനാങ്ങിലേക്ക് ട്രിപ്പ് വരുന്നവർ ഈ പാസിലേക്ക് വേണ്ടി വരാറുണ്ട്. ഞങ്ങളിപ്പോൾ ഹ്യൂ ഇറങ്ങി പോയതുകൊണ്ടാണ് ഈ വരുന്ന വഴിക്കാൻ അത് കണ്ടത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, എന്നിട്ട് ഡനാങ് സിറ്റിയിലേക്ക് പോയി. ഡനാങ് സിറ്റി എത്തുമ്പോൾ തന്നെ ഒരു സൈഡ് ഫുൾ ബീച്ചാണ്, നല്ല സ്ട്രെയിറ്റ് റോഡുമായിട്ട് നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ ഡനാങ്ങിൽ സ്റ്റേ എത്തി, കാണിച്ചു തരാം. ഞങ്ങളുടെ കംപ്ലീറ്റ് വിയറ്റ്നാം ട്രിപ്പിൽ ഏറ്റവും ചീപ്പും ബെസ്റ്റുമായ ഹോട്ടൽ ഇതായിരുന്നു. ഇത് നല്ല പുതിയ ബിൽഡിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഒരു റൂമിന് 1800 രൂപ ആയുള്ളൂ. ഞങ്ങളുടെ റൂമിൽ പിന്നെ വിൻഡോ ബാൽക്കണി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ചീപ്പായിട്ട് കിട്ടിയത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ബഡ്ജറ്റ് ട്രിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എന്തായാലും ഈ ഹോട്ടൽ തന്നെ എടുക്കാൻ പറയും. ഇവിടെ പിന്നെ ഒരു കോമൺ ബാൽക്കണി ഉണ്ട്, അവിടെ നമുക്കൊരു അടിപൊളി ബീച്ച് വ്യൂ ആണ് കിട്ടുക. ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് ഹൊയാനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഹൊയാനിൽ ആക്ച്വലി നൈറ്റ് ലൈഫാണ് നല്ലത്. അതായത് ഈ ലാൻഡർ ബോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നൈറ്റാണല്ലോ ഇത് ചെയ്യാം. പിന്നെ ഈവനിങ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി ഈവനിങ് പോകണം, ഈ ഏൻഷ്യൻ സിറ്റി അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഗ്രാബ് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഈ ഹൊയാനിലേക്ക് 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഡനാങ് എത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൊയാനിലേക്ക് പോവാം. അതാകുമ്പോൾ അവിടുത്തെ കുറച്ച് ഡേ ടൈം കാര്യങ്ങളൊക്കെ വെളിച്ചത്തിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ലൈറ്റൊക്കെ പോകുമല്ലോ. അപ്പം നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. പോകുന്ന വഴിക്ക് കുറേ നേരം ഈ ബീച്ച് വ്യൂ തന്നെയാണ്. ഈ ബീച്ചൊന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല പച്ചപ്പൊക്കെ ഉള്ള പാടങ്ങളും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഹൊയാൻ എത്തി. അവിടുന്ന് ഹൊയാനിലേക്ക് ഒരു 1000 രൂപേൻ്റെ അടുത്തൊക്കെ വരും ഗ്രാബ് ടാക്സിക്ക് റേറ്റ്. ഈ സിറ്റിയിൽ നിന്ന് ആക്റ്റീവ് ആവുന്നത് അത്യാവശ്യം രാത്രി ആകുമ്പോഴാണ്, അപ്പം നിറയെ ആൾക്കാരായിരിക്കും. ഇവിടെ കഴിക്കാൻ ഓർത്തു ഇതൊരു ഷോപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബൺമീൻ്റെ ഷോപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ വാങ്ങിക്കാം. ഞാൻ മീറ്റ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ എഗ്ഗും അവക്കാഡോ വെജിറ്റബിൾസ് അതൊക്കെ വെച്ചിട്ടുള്ളത് ആണ് ഞാൻ ചോദിച്ചത്. കഴിക്കാൻ പോവാണ്. അവിടുത്തെ ബൺമീൻ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹൊയാനിൽ വരികയാണെങ്കിൽ എന്തായാലും അത് ട്രൈ ചെയ്യുക. സ്റ്റാർട്ടിങ് തന്നെയുള്ള ഷോപ്പാണ്. പിന്നെ ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. സമയം അത്യാവശ്യം വൈകുന്നേരമൊക്കെ ആയി. ഈ ടൈമിൽ സ്ട്രീറ്റിലെ ആൾക്കാർക്ക് കുറവാണ്, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം നല്ല ആൾക്കാരായിരിക്കും. കുറച്ചൊന്ന് ഇരുട്ടായി തുടങ്ങുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ലൈറ്റ്സൊക്കെ കണ്ടോ, ലാൻറ്റേൺ ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടാവും.
അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഇനി അങ്ങോട്ട് ഫുൾ ഈ ലൈറ്റ്സ് തന്നെയാണ്. മിക്ക ഷോപ്സിലും ഇങ്ങനെ ലാൻഡേൺ ലൈറ്റ് തൂക്കിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ കത്തിച്ച് കാണാൻ നല്ല രസമാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് കുറച്ചുകൂടെ നൈറ്റായി ചെയ്യുമ്പോൾ രസം തോന്നുന്നു. ഇവിടെയാണ് ലാൻഡേൺ ബോട്ട്സ്. ഇവിടെ വരുമ്പോൾ കുറേ ആൾക്കാർ വന്ന് ചോദിക്കും ബോട്ട് വേണോ എന്നൊക്കെ. ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 150 ആണ് പറയുന്നത്. അതിലും കുറച്ചൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ചോദിച്ച് നോക്കി. 20 minutes ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ നൈറ്റ് ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നിറയെ ആൾക്കാരായി. ഇവിടെ ആക്ച്വലി ഒരു സൈഡിൽ ഫുൾ ഇങ്ങനെ ഷോപ്സാണ്. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ബാർഗൈനൊക്കെ ചെയ്താൽ അത്യാവശ്യം റേറ്റൊക്കെ കുറച്ച് കിട്ടും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും കുറേ ഷോപ്സും ബാർസും ഒക്കെയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പല ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ മുട്ട, ബ്രെഡ്, പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയ റൂമാണ് എടുത്തത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ ആയിട്ട് എവിടെയും പോകാനില്ല. രാവിലെ 6 തൊട്ടിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ആക്ച്വലി ഇവിടെ കുറേ ഐറ്റംസ് കഴിക്കാം. പക്ഷേ നമുക്ക് ഇന്ത്യൻസിന് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു, പിന്നെ ബ്രെഡൊക്കെ എടുത്തു, പിന്നെ ഓംലെറ്റ് വെച്ചപ്പം ഓംലെറ്റ് തന്നു. ബാക്കി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റതായിട്ട്. ഞങ്ങളിന്ന് ബാണ ഹിൽസിലേക്കാണ് പോകാൻ പോകുന്നത്. ബാണ ഹിൽസിലേക്കുള്ള ടിക്കറ്റ് ക്ലോക്ക് വഴി മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടും ടിക്കറ്റ് എടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ച് ലാഭത്തിൽ ക്ലോക്ക് നിന്നായിരിക്കും കിട്ടുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ആക്ച്വലി 1 മണിക്കൂറിനുള്ളിലേ ഉള്ളൂ ഇവിടെ എത്താൻ. സമയം 9 മണി ആവാനായി. ഇതിനുള്ളിൽ ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട്. അത് കയറിയിട്ട് വേണം നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്താൻ. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ ടിക്കറ്റ് നിങ്ങൾ ക്ലോക്കിൽ എടുത്തിട്ടില്ലെങ്കിൽ. കേബിൾ കാർ സ്റ്റേഷൻ ആക്ച്വലി ഇവിടെ 2 കേബിൾ കാർ ഉണ്ട്. ഒരെണ്ണം ഈ ഫാൻറ്റസിപാർക്ക് ആൽപ്പൻ കോസ്റ്റിലൊക്കെ പോകാനുള്ളതാണ് ഈ സൈഡിൽ. ഇപ്പുറത്തെ സൈഡിലുള്ളത് നമ്മളുടെ ഗോൾഡൻ ബ്രിഡ്ജ് ഇല്ലേ, അവിടേക്കുള്ളതെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ആക്ച്വലി ഈ ഫസ്റ്റ് സൈഡിലെ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ഗോൾഡൻ ബ്രിഡ്ജ്, ഫ്ലവർ ഗാർഡൻസ്, ബുദ്ധ സ്റ്റാച്യു, പിന്നെ ഫണിക്കുലർ ട്രെയിൻ ഇതൊക്കെയാണുള്ളത്. ഒരു സൈഡിലെ കേബിൾ കാർ കയറി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നിന്ന് പിന്നെ അപ്പുറത്തേക്കും എത്താൻ പറ്റും തോന്നുന്നു. ഫൈനലി മറ്റേ കേബിൾ കാറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ മതി. അങ്ങനെ എല്ലാം പറയാൻ പറ്റുന്ന തോന്നുന്നത്. എന്തായാലും നോക്കാം. ഞങ്ങൾ 8-9 ബസ്സിലായി കയറി. ആക്ച്വലി മുകളിലേക്കൊക്കെ നല്ല മഞ്ഞാണ്. നമ്മള് കോയലംബറിലുള്ള ഗെൻഡിങ് ഐലൻഡ്സ് ഇല്ലേ, അതിനകത്ത് അത് കയറുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഇതും. അതും ഇങ്ങനെ ഒരു ഹില്ലിന്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചൊരു റിസോർട്ട് സെറ്റപ്പ് ആണല്ലോ. ഇത് തന്നെയാണ് ഒരു വലിയ ഹില്ലിന്റെ മുകളിൽ ഈ പാർക്ക്, ബ്രിഡ്ജ് അങ്ങനത്തെ എല്ലാം സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. ആക്ച്വലി ഇപ്പൊ നമ്മള് കുറച്ച് മുകളിൽ കയറി ഒരു 5-8 മിനിറ്റ് കയറിയുള്ളൂ. അപ്പത്തേക്കാണ് നമ്മള് നല്ല മഞ്ഞ സ്ഥലത്തെത്തി. എനിക്കൊന്ന് ഹിലിന്റെ മുകളിൽ എത്തിയാൽ നല്ല മഞ്ഞിന്റെ എനിക്ക് തോന്നുന്നുണ്ട്. മിക്കവാറും ബ്രിഡ്ജൊക്കെ മഞ്ഞിൽ മൂടിക്കിടക്കേക്കും കാണാൻ പറ്റുമാവും. ആക്ച്വലി ടോപ്പിലെത്തിയപ്പോൾ വെയിലുണ്ട് തോന്നുന്നുണ്ട്. അവിടെ അത്ര മഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കേബിൾ കാർ ഇറങ്ങി ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ടോപ്പിലെത്താൻ. നല്ല വെയിലായി, നല്ല ആൾക്കാരും ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് നേരത്തെ വരുന്നെങ്കിൽ നല്ലത്. എനിക്കൊന്ന് 7:30 ആകുമ്പോൾ എത്താൻ പറ്റും തോന്നുന്നു. അതായത് എൻട്രി പറ്റും തോന്നുന്നുണ്ട്.
ആ സമയത്തൊക്കെ വന്നാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലും കുറച്ച് കോടയൊക്കെ നിറഞ്ഞ് നല്ല ഫോട്ടോസ് കിട്ടും. പിന്നെ ആൾക്കാരും കുറവായിരിക്കും. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നല്ല ഡയറക്റ്റ് വെയിലായിരുന്നു. ഇടയിലിടയിൽ ഉള്ളോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഒരു വലിയ ബുദ്ധയുടെ പ്രതിമ ഉണ്ട്, അത് കാണാൻ നമ്മൾ പോകുന്നത്. ഈ സ്റ്റാച്ചു നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിനുള്ളിൽ ഇങ്ങനത്തെ വലിയ ബുദ്ധ സ്റ്റാച്ചു, പിന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് കണ്ടിട്ട് വേറെ ഇതിലേക്കൊക്കെ പോവാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻസ് ഉണ്ട്, ചെറിയ. ഇതിൻ്റെ പേര് ഫനിക്കുലർ ട്രെയിൻ എന്നാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഈ ട്രെയിനും എടുക്കാം. അതൊക്കെ നമ്മൾ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനുള്ളിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിൻസും പിന്നെ കേബിൾ കാർസും എല്ലാം ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് എത്ര തവണ വേണമെങ്കിലും കയറാം. നമ്മൾ അടുത്ത കേബിൾ കാർ കയറാൻ പോവാണ്. ഇത് ഫ്രഞ്ച് വില്ലേജ്, ഫാൻറ്റസി പാർക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കേബിൾ കാർ. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് വില്ലേജിലെത്തി. ഈ ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഫ്രീ ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടുത്തെ ഈ ബിയർ പ്ലാസയിൽ നിന്ന് ഫ്രീ ബിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റമോ കഴിക്കാം. അങ്ങനെയായിരുന്നു. ഇവിടെ ഇവർക്ക് തന്നെ ബ്രൂവറി ഉണ്ട്, അങ്ങനത്തെ ബിയറൊക്കെയാണ്. ബിയർ കുടിക്കാത്തവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് തന്നത്. ആക്ച്വലി നമ്മുടെ ഈ ടിക്കറ്റിൽ ബുഫേ ഇൻക്ലൂഡ്, ലഞ്ച് ബുഫേ. അതിൽ ആക്ച്വലി 4 സ്ഥലത്ത് നമുക്ക് കഴിക്കാം. അതിൽ ഒരു ഭാരത പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ മാത്രമേ നമുക്ക് ഇന്ത്യൻ കിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഏഷ്യൻ റെസ്റ്റോറൻ്റ് എല്ലാം കിട്ടും. ഞങ്ങൾ പക്ഷേ 4 സീസൺസ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അതാണ് കുറച്ച് വലിയതെന്നാണ് കേട്ടത്. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യൻ ഉണ്ടാവില്ല. ആക്ച്വലി ഈ ഒരു ബുഫേക്ക് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1000 റുപ്പീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗ്ലോബിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ബുഫേ ഇൻക്ലൂഡായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലത്. കാരണം ഇത്രയധികം ഐറ്റംസ് ഉണ്ട്, വലിയ റെസ്റ്റോറൻ്റാണ്. ഇത് തവളയൊക്കെ ഉണ്ട്, ഇത് തവളയാണ്. ഞങ്ങൾ ഫാൻറ്റസി പാർക്കിൽ കയറാൻ പോവാണ്. ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഇതിനുള്ളിൽ 3D ഷോ 4D ഷോസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടിരിക്കാൻ വിചാരിച്ചു ആ വെയിലൊക്കെ ചാറുന്ന വരെ. ഈ ആൽപൈൻ കോസ്റ്റിൻ്റെ ടിക്കറ്റ് 4 തൊട്ട് 5 വരെ റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ രാവിലെ 8 തൊട്ട് 9 വരെയും. പക്ഷേ ഇടയിൽ ഈ പകൽ 9 തൊട്ട് 4 വരെയുള്ള സമയത്ത് റേറ്റ് കുറച്ചും കൂടി കൂടുതലാണ്. ഈ ആൽപൈൻ കോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 2 പേരായിട്ടോ അല്ലെങ്കിൽ ഒരാളായിട്ടോ കയറാം. സെയിം വണ്ടി തന്നെ 2 പേർക്കും കയറാം. ഈ ആൽപൈൻ കോസ്റ്റ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾ കുറച്ച് വൈകുന്നേരം, അതായത് 4:30 ശേഷമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കുറവ് കിട്ടും. ഇതിന് മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല. ഒരെണ്ണത്തിൽ കൂടുതൽ ട്രൈ ചെയ്യണം, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ ബനാന ഹിൽസിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേബിൾ കാർ കയറി. ആദ്യത്തെ കേബിൾ കാർ ഇറങ്ങിയത് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. അപ്പോൾ നോക്കിയപ്പം കണ്ടു, രാവിലെ കണ്ട പോലെയല്ല, ആൾക്കാർ തീരെ കുറവ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ലേ, രാവിലെ ഒന്നെങ്കിൽ നല്ല ഏർലി മോർണിംഗ് എത്തണം, ഇതൊന്ന് 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാലേ ഉള്ളൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 6 മണിക്ക് ശേഷമൊക്കെ. സമയം എത്രയും 6 മണിയായപ്പോൾ സമയം. അപ്പോൾ കണ്ടോ തീരെ ആൾക്കാർ കുറവായിട്ട്. ഇപ്പം പിന്നെ അത് മാത്രമല്ല, ഇവിടെ ക്ലൗഡ് ബെഡും ഉണ്ട്. ഞങ്ങളങ്ങനെ ബനാന ഹിൽസിൽ നിന്ന് ഹോട്ടലിലേക്ക് വന്നു. എന്നിട്ടിപ്പം സമയം ഒരു 8:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സ്കൂട്ടർ റെൻറ്റിനെടുത്ത്, ഇവിടെ അടുത്ത് തന്നെ സ്കൂട്ടർ റെൻറ്റിങ് ഷോപ്പുണ്ട്. അപ്പോൾ സ്കൂട്ടർ റെൻറ്റിനെടുത്തിട്ട് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ്സിലൊക്കെ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവർ ഇലക്ട്രിക് സ്കൂട്ടറാണ് തന്നത്. അതിന് ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെക്കും, എന്നിട്ട് പിന്നെ സ്കൂട്ടർ റിട്ടേൺ ചെയ്യുമ്പോഴേ തിരിച്ചു തരുള്ളൂ. ഈ സ്കൂട്ടറിന് 24 ഹവേഴ്സിലേക്ക് 500 രൂപേൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൂ.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ബ്രിഡ്ജാണ്. ഈ സൈഡിൽ കാണുന്ന ഡ്രാഗൺ വീക്കെൻഡ്സിൽ തീ തൊപ്പും, അപ്പോൾ അത് കാണാൻ ഒരുപാട് ആൾക്കാരായിരിക്കും. ഇത് പക്ഷേ വീക്കെൻഡ് ആയിരുന്നില്ല. ഞങ്ങൾ സൺട്ര മാർക്കറ്റിലേക്കാണ് വന്നത്. ഇത് നൈറ്റ് ഭയങ്കര ആക്റ്റീവാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. റേറ്റൊക്കെ അത്യാവശ്യം കൂടുതലാണ്. കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്താൽ ചെറുതായി കുറച്ച് തരും. പിന്നെ കുറേ ഫുഡ് ഐറ്റംസും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ചെറുതായൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. കാരണം രാത്രിയാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ പോകുന്നത് മാർബിൾ മൗണ്ടനിലേക്കാണ്. അതിവിടുന്ന് ഒരു 11 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം വേഗം എത്തും വിചാരിക്കാം. ഇവിടെ റോഡൊക്കെ നല്ല സ്മൂത്താണ്. ഞങ്ങളങ്ങനെ മാർബിൾ മൗണ്ടൻ എത്തി. ആക്ച്വലി ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു 10,000 കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിൽ 35 രൂപ. സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലെത്താൻ. കുറച്ച് കയറാനുണ്ടെന്നാണ് കേട്ടത്. 40,000 VND ആണ് ഇവിടുത്തെ എൻട്രി ഫീ. അതൊരു 150 രൂപേൻ്റെ അടുത്തൊക്കെ വരും. അത്യാവശ്യം ഹൈറ്റുള്ള സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് കയറി കഴിയുമ്പോൾ ആദ്യം എത്തുന്നത് ഇങ്ങനത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും നടന്നു കഴിഞ്ഞാലാണ് കുറേ കേവ്സ് ഒക്കെ എത്തുന്നത്. അതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് വാങ്ങി കുടിക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾ ബോട്ടിൽ എടുത്തില്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഒരു ഇളനീരിന് 35K ആണ് പറയുന്നത്. 35K പറയുമ്പം ഒരു 100 സംതിങ്. ഇവിടുന്ന് ഇങ്ങോട്ടും വഴിയുണ്ട്. പക്ഷെ കേവ് ഇങ്ങോട്ടാണ്. നമുക്കിവിടെ ബോർഡ് കാണാം ഇംഗ്ലീഷിലും. ഉള്ളിലേക്ക് പോകാനുണ്ട്. ഇടുങ്ങിയ വഴിയാണ്. Switch flex. Dem že to je ale kvalitně hodně. പോകുന്ന വഴിയുള്ള കല്ല് വരെ മാർബിളാ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറിയാണ്. അത് ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ നാട്ടിലെ പാറയൊന്നും മാതിരിയല്ല. അതുകൊണ്ട് കയറുമ്പോൾ സൂക്ഷിക്കുക. കുറച്ച് ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടാൽ കുറച്ച് സുഖമായി കയറാം. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ബീച്ചിൻ്റെ വ്യൂ ആണ് കിട്ടുന്നത്. മല മുഴുവൻ മാർബിളാണ്. ഇവിടെ കാണുന്ന ഈ കല്ലുകളും ഒക്കെ മാർബിൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്കിതിന് മാർബിൾ മൗണ്ടൻ എന്നൊക്കെ പേര് വന്നു. ഉള്ളോട്ടേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഉള്ളോട്ടേക്ക് പോകണം. അത്യാവശ്യം വലിയ കേവാണ്. നേരത്തെ പോലെയല്ല. ഒരു 2 മണിക്കൂറോളം നടന്ന് കാണാനുണ്ട് ഈ മാർബിൾ മൗണ്ടൻസ്. ഇവിടെ ആക്ച്വലി കുറേ മൗണ്ടൻസ് ഉണ്ട്. ഒരു വലിയ ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഉച്ചയായിട്ട് വെയിലായതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് മാർക്കറ്റ്സ് പോകാമെന്ന് ഓർത്തു. ഇവിടെ കുറേ ഇൻഡോർ ഷോപ്പിംഗ് മാർക്കറ്റ്സ് ഉണ്ട്. വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടേക്ക് ഉച്ചയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഈ ചോഹാൻ മാർക്കറ്റ് ഇവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റാണ്. ഇതൊരു ഇൻഡോർ മാർക്കറ്റാണ്. 2 ഫ്ലോർസിലായിട്ട് ഇതുപോലെ സ്വീറ്റ്സ്, പിന്നെ ഡ്രസ്സ്, ഷൂസ്, സ്പോർട്സ് ഐറ്റംസ്, അതിൻ്റെയൊക്കെ സ്റ്റോർസ് ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ബാഗിലൊക്കെ ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാൽ കുറച്ച് റേറ്റ് കുറവിൽ ഇവിടെയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ക്രോക്സിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അല്ലേ, അതും എനിക്ക് തോന്നുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഇവിടെയുള്ളത് മറ്റേതിനേക്കാളൊക്കെ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിച്ചിട്ട് ചോക്കോൺ മാർക്കറ്റിലേക്ക് പോയി. ഇതും ഇവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ചീപ്പാണ്. അതിനനുസരിച്ച് ക്വാളിറ്റി നല്ല കുറവാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മങ്കി മൗണ്ടനിലേക്ക് പോകാം. അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് ഫുൾ ഡേ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് നല്ലത്. അപ്പോൾ ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലെന്നുങ് പഗോഡയിലേക്ക് പോയി. അവിടെ ലേഡി ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ മൈക്കേ ബീച്ചിലേക്ക് വന്നു. നമ്മളിവിടെ സ്റ്റേ എന്ന് നോക്കി കാണുന്ന ആ ബീച്ചാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആളുകളൊക്കെ വരുന്നൊരു മെയിൻ ഏരിയ. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. കുറേ റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര വൈബിളൊരു ബീച്ചാണ്. നിങ്ങൾ ഡനാങ്ങിലുള്ള ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് വരിക. ആ സമയമായിരിക്കും ഇവിടെ നല്ല രസം ഉണ്ടാവുക. വെയിലൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ബീച്ചിൽ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം.
ബീച്ചിൽ കളിച്ചിട്ട് നമുക്ക് കൈയും കാലും കഴുകാനൊക്കെ ഉള്ള ടാപ്പ് വാട്ടറും എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് വെള്ളത്തിൽ കളിച്ചിട്ട് തിരിച്ചു പോവാം. ഈ വിയറ്റ്നാമിൽ ഒരു എല്ലാ സ്ഥലത്തും കണ്ടൊരു ബ്രാൻഡാണ് ഈ ഹൈലൻഡ്സ് കോഫി. ഇവിടുത്തെ കൂൾ കോഫി നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂൾ കോഫിയൊക്കെ ഇഷ്ടമാണെങ്കിൽ. എനിക്കതെല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഡനാങ്ങിലെ കാഴ്ചകളൊക്കെ അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകും. ഡനാങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.